കാർഷിക വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ കർഷകർക്കുള്ള ധനസഹായ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ 6 ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതും ഉയർന്ന ഉൽപാദനക്ഷമതയുള്ളതുമായ ഇനങ്ങൾ ഉപയോഗിച്ച് 30,000 ഹെക്ടർ വിസ്തീർണത്തിൽ പുനർനടീൽ നടത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിലൂടെ ഏകദേശം 50,000 റബ്ബർ കർഷകർക്ക് നേരിട്ട് ആനുകൂല്യം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ കൃഷിയുള്ള കർഷകർക്ക് തങ്ങളുടെ 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിനാണ് ധനസഹായം അനുവദിക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ശാസ്ത്രീയ കൃഷിരീതികളിൽ സാങ്കേതിക പരിശീലനവും പദ്ധതിയുടെ ഭാഗമായി നൽകും. ധനസഹായം 2 ഘട്ടങ്ങളിലായാണ് വിതരണം ചെയ്യുക. ആദ്യ വർഷം 55,000 രൂപയും 2ാം വർഷം 20,000 രൂപയും കർഷകർക്ക് ലഭിക്കും. അതോടൊപ്പം നിലവാരമുള്ള റബ്ബർ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഈ ജില്ലകളിലെ 30 നഴ്സറികൾക്ക് 6 ലക്ഷം രൂപ വരെ സബ്സിഡിയും അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മലയാളികൾക്ക് ഇരുട്ടടി നൽകി സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഉയരുന്നു. 300 താഴ്ന്ന വെളിച്ചെണ്ണ വില 400 കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ വില കുതിക്കുമെന്നും 700 വരെ എത്തിയേക്കാമെന്നും റിപ്പോർട്ടുണ്ട്. തമിഴ്നാട് ലോബികളുടെ നീക്കമാണ് തിരിച്ചടിയായത്. കൊപ്രയുടെ വലിയ ശേഖരം പൂഴ്ത്തിവെച്ച് കൃത്രിമ ക്ഷാമമുണ്ടാക്കാൻ തമിഴ്നാട് ലോബികൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിവരം. ഗോഡൌണുകളിൽ കൊപ്ര പൂഴ്ത്തിവെച്ച് കൃത്രിമമായ ക്ഷാമമുണ്ടാക്കി കൊള്ളവിലയ്ക്ക് വിൽക്കാനാണ് നീക്കം. കൊപ്ര വില കൂടിയാൽ സ്വാഭാവികമായും സംസ്ഥാനത്തെ വെളിച്ചെണ്ണ വില ഉയരും. കേരളം കൊപ്രയ്ക്കായി പ്രധാനമായും ആശ്രയിക്കുന്നത് തമിഴ്നാടിനാണ്. ഇതാണ് തമിഴ്നാട് ലോബിക്ക് സഹായകരമാകുന്നത്. നാളുകളായി 350 രൂപ മുതൽ 400 രൂപ വരെ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ വില ലിറ്ററിന് വീണ്ടും 450 രൂപയോട് അടുത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വില വീണ്ടും കൂടുമെന്നാണ് സൂചന. നീണ്ട അവധി ദിനങ്ങൾക്ക് ശേഷം തമിഴ്നാട് എണ്ണ മാർക്കറ്റ് വീണ്ടും സജീവമായതോടെ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ ഉയർന്നിട്ടുണ്ട്. അതേസമയം കൊച്ചിയിൽ നാളികേര ഉൽപ്പന്ന വിലകളിൽ മാറ്റമില്ല. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന തേങ്ങയുടെ വരവ് വർദ്ധിച്ചതോടെയാണ് വെളിച്ചെണ്ണ വിലയിൽ നേരിയ കുറവ് സംഭവിച്ചത്. വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും പുറമെ തേങ്ങാവിലയും വർദ്ധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ വിപണികളിൽ തേങ്ങയുടെ വിൽപ്പന ക്രമാതീതമായി ഉയർന്നു. കൂടാതെ മകരസംക്രാന്തിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലേക്കും മറ്റും വലിയ അളവിൽ തേങ്ങ വാങ്ങിച്ചതും വിലവർദ്ധനവിന് വഴിയൊരുക്കി. തേങ്ങയുടെ കരുതൽ ശേഖരം മില്ലുടമകൾ വർദ്ധിപ്പിക്കുന്നതും സാഹചര്യം മോശമാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏത്തക്കായ വില കുത്തനെ ഇടിഞ്ഞതോടെ കർഷകർ പ്രതിസന്ധിയിൽ. സ്ഥലം പാട്ടത്തിനെടുത്തും വായ്പയെടുത്തും കൃഷിയിലിറങ്ങിയവരാണ് നഷ്ടത്തിൽ നട്ടം തിരിയുന്നത്. മുൻവർഷങ്ങളിൽ ലഭിച്ചിരുന്ന വിലയിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയാണ് ഏത്തക്കായ്ക്ക് വിപണിയിൽ ലഭിക്കുന്നത്. നാടൻ ഏത്തക്കായുടെ വില ഇടിക്കാനായി ഇതര സംസ്ഥാന ലോബികളടക്കം രംഗത്തുണ്ട്. കാർഷിക വിപണികളിൽ 1 കിലോ ഏത്തക്കായ്ക്ക് പരമാവധി 25 രൂപ മുതൽ 30 രൂപയാണ് ലഭിക്കുന്നത്. കർഷക വിപണികളിൽ 20 രൂപ മുതലാണ് ലേലം തുടങ്ങുന്നത്. ഏത്തപ്പഴം കിലോയ്ക്ക് 30 രൂപ മുതൽ ലഭ്യമാണ്. 100 രൂപയ്ക്ക് 3 കിലോഗ്രാം വിൽക്കുന്നവരുമുണ്ട്. ചിലയിടങ്ങളിൽ നാടൻ ഏത്തപ്പഴം കിലോഗ്രാമിന് 40 രൂപ വരെ ചില്ലറ വിൽപ്പന നടക്കുന്നുണ്ട്. ഉൽപാദന ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കിലോഗ്രാമിന് 40 മുതൽ 45 രൂപയ്ക്ക് മുകളിലെങ്കിലും വില കിട്ടണം. നാടൻ ഏത്തക്കുലയുടെ വരവ് കൂടിയതും വിലയിടിവിന് ഇടയാക്കിയിട്ടുണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏത്തവാഴ കൃഷി കൂടി. ഇത് കേരള വിപണിയിലേക്ക് എത്തുന്നതും വിലയിടിവിന് കാരണമാകുന്നതായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം 85 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്നു. ഉൽപാദന ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിലയിടിയുന്നത് കർഷകർക്ക് തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ പുതുകൃഷിയിൽ നിന്ന് ചെറുകിട കർഷകർ ഉൾവലിയുകയാണെന്ന് ഏത്തവാഴ വിത്ത് വിൽക്കുന്ന വ്യാപാരികൾ പറയുന്നു. ഈ സീസണിൽ തുടക്കത്തിൽ അത്യാവശ്യം വില ലഭിച്ചിരുന്നുവെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് പുറമേ നിന്ന് ഏത്തക്കുല എത്തിത്തുടങ്ങിയതോടെ വിപണിയിൽ നാടൻ കുലയ്ക്ക് ഡിമാൻഡില്ലാതായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 193, RSS 5 188, ലാറ്റക്സ് 132, ജാതിക്ക 330, ജാതിപത്രി 1800, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിഡ് 71,800, കുരുമുളക് അൺഗാർബിഡ് 69,800, ഏലക്ക 2,300 മുതൽ 2,400 വരെ.
വെളിച്ചെണ്ണ 30,800, കൊപ്ര 18,850, ചുക്ക് 28,000.